കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ അധികം പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുമായി ഹല്ലേലൂയ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2:20. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആ ഉറപ്പ്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പുസ്തകം ഹല്ലേലൂയ അത് ബൈബിളിലെ 16-ാമത്തെ പുസ്തകമാണ്. 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ വളരെ ശക്തമായ നേതൃത്വം വഹിക്കുന്ന ഒരു ആത്മീയ ബോധമുള്ള ഒരു നേതാവ് ഹല്ലേലൂയ എന്ന് നെഹമ്യാവിനെ പറ്റി നമുക്ക് പറയുവാൻ പറ്റും. നെഹമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുന്നു എന്നാണ്. നെഹമ്യാവിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ഹല്ലേലൂയ ഇതിനകത്ത് കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. ആരംഭത്തിൽ തന്നെ ഹഖല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പ്രവാസത്തിൽ കൊണ്ടുപോയ ജനങ്ങൾ ഹല്ലേലൂയ അവരെ കോരേശ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം 3 ഘട്ടങ്ങളായി പ്രവാസത്തിൽ നിന്ന് മടങ്ങി യെരൂശലേമിലേക്ക് വരുന്നു. ഒന്നാമത്തെ ഘട്ടം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നു. ആ ജനം ഹല്ലേലൂയ തകർന്നു കിടന്ന ആലയത്തെ പുതുക്കി പണിയുവാനിടയായി. രണ്ടാമത് എസ്രയുടെ നേതൃത്വത്തിൽ വന്നു. എസ്ര തകർന്നു കിടന്ന ജനത്തെ പണിയുവാനിടയായി. മൂന്നാമത് നെഹമ്യാവ് കടന്നു വന്നു. നെഹമ്യാവ് തകർന്നു കിടന്ന മതിലിനെ പണിയുന്നു. ഹല്ലേലൂയ. ജനത്തെയും വീണ്ടും പണിയുന്നതായിട്ട് നമുക്ക് ഹല്ലേലൂയ ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നെഹമ്യാവിൻ്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള പുസ്തകങ്ങൾ യെരൂശലേമിൻ്റെ തകർന്ന മതിലിൻ്റെ പണിയെപ്പറ്റിയാണ് കാണുന്നത്. ഹല്ലേലൂയ. 7 മുതൽ 13 വരെ ജനത്തെ പുതുക്കി പണിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നെഹമ്യാവ് 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരായ ഹനാനിയും മറ്റു ചിലരും തൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും അവരോട് ചോദിച്ചു. ഹല്ലേലൂയ. അവരോട് ചോദിച്ച് ആ വിവരങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ അവർ പറഞ്ഞ മറുപടി നെഹമ്യാവിനെ സങ്കടത്തിലാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ മഹാകഷ്ടത്തിലാണ്, അപമാനത്തിലാണ്. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഹല്ലേലൂയ നെഹമ്യാവിന് ഹല്ലേലൂയ വളരെ സങ്കടമായി ഇരുന്ന് കരഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. കുറച്ച് സമയം കരഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുകയല്ലായിരുന്നു. കുറേ നാൾ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ ദുഃഖിച്ചും ഉപവസിച്ചും ഒക്കെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ ഒരു രാജകീയ പദവി, രാജാവിൻ്റെ ഹല്ലേലൂയ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ഈ വ്യക്തി ഹല്ലേലൂയ യെരൂശലേമിൽ ജനം കഷ്ടം അനുഭവിക്കുന്നത് കേട്ടിട്ട് ഹല്ലേലൂയ ഇത്രമാത്രം തകരുവാൻ ഹല്ലേലൂയ നമുക്കറിയാം. നമുക്കൊരു പ്രശ്നം വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഭാരമുണ്ടാകും, വല്ലാത്ത സങ്കടമുണ്ടാകും. നാം ദിവസം കരയും, പ്രാർത്ഥിക്കും. എന്നാൽ ഹല്ലേലൂയ മറ്റൊരു ഹല്ലേലൂയ ദൈവജനത്തിൻ്റെ അവസ്ഥ കണ്ടുവച്ച് ആത്മഭാരത്തോടുകൂടെ കരയുവാൻ ഹല്ലേലൂയ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തൻ്റെ സ്ഥാനമോ മാനമോ ഒന്നും നോക്കാതെ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ യെരൂശലേമിലായിരിക്കുന്ന ജനത്തിൻ്റെ കഷ്ടത കേട്ടറിഞ്ഞ പാടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവൻ ദുഃഖിക്കുക. ഹല്ലേലൂയ അവൻ കരയുക. അത് കുറച്ച് ദിവസമൊന്നുമല്ല. ഹല്ലേലൂയ ആ വിഷയത്തിന്മേലിരുന്ന് കരഞ്ഞ് കുറേ നാളായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ അത് കേട്ടപ്പോൾ അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഉള്ളിനകത്ത് ഭാരമുണ്ടാവുക, ആത്മഭാരമുണ്ടാവുക. പുരാതന കാലത്തൊരു പട്ടണത്തിൻ്റെ മതിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധമായിരുന്നു.
ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പട്ടണത്തെ സംരക്ഷിക്കുന്ന ഒക്കെ മതിലായിരുന്നു. ഹല്ലേലൂയ. മതിൽ തകർന്നു പോയ പട്ടണം ഏത് സമയത്തും എന്ത് ചെയ്യും? ആക്രമിക്കപ്പെടാം. ഹല്ലേലൂയ. അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. ഈ അവസ്ഥ ആ യെരൂശലേം ഹല്ലേലൂയ ആയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര വേദനയോടുകൂടെ ദൈവസന്നിധി കരയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, മതില് ഹല്ലേലൂയ പോയി കഴിഞ്ഞാൽ ശത്രുവിനെ യഥേഷ്ടം ഹല്ലേലൂയ കയറി വരാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിന്റെ മതിലുകൾ നഷ്ടമായി കഴിഞ്ഞാൽ, ആത്മീയ ജീവിതത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ശത്രുവിന് നമ്മെ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യം 25:28 ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാം. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു പോയ പട്ടണം പോലെയാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആത്മസംയമനമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണമില്ലാതെയാകും. ഇന്ന് നമ്മുടെ ജീവൻ പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ പറയുകയുണ്ടായി. ദൈവമക്കളെ, ആത്മസംവേദനം എന്ന് പറയുമ്പോൾ നമ്മളുണ്ടാവുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. കോപമാകാം, നാവിൻ്റെ നിയന്ത്രണമാകാം, മോഹങ്ങളാകാം, ഹല്ലേലൂയ, പ്രലോഭനങ്ങളാകാം, തെറ്റായ പ്രലോഭനങ്ങൾ. ഹല്ലേലൂയ. ഇതിനൊന്നും വശംവദരാകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആ സംരക്ഷണം അതിലെന്ത് ചെയ്യും? പോകും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ഇത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് നാം നിയന്ത്രിക്കണം. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ കടന്നു വന്നാൽ, ഹല്ലേലൂയ, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ശത്രു ജീവിതത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മസംയമനം നഷ്ടപ്പെട്ടാൽ പാപത്തിലും പ്രലോഭനത്തിലും ഒക്കെ വീഴും. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ഒക്കെ നാം നിൽക്കണം. നമുക്ക് ജീവിതത്തിൽ നമുക്ക് ചുറ്റും വേർപാടും വിശുദ്ധിയും അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മതിലുണ്ട്. അത് പോയി കഴിഞ്ഞാൽ ശത്രുവിന് യഥേഷ്ടം നമ്മുടെ ജീവിതത്തിന്മേൽ വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. ശത്രു നമ്മളെ കീഴടക്കുവാൻ ഇതൊരു കാരണമായി തീരും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമുള്ള വേലി അത് സംരക്ഷിക്കേണ്ടത് ആവശ്യകതയാ. അത് പൊളിഞ്ഞു പോകാതെ നോക്കേണ്ടത് ആവശ്യകതയാ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു പോയ പട്ടണം പോലെയാ. അത് വല്ലാത്ത അവസ്ഥയാ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകല്. സഭയായാലും അങ്ങനെ തന്നെയാ. കെട്ടിയടച്ച തോട്ടമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ലോകം അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിലായാലും സഭകളിലും എല്ലാം എന്ത് ചെയ്യുക? ലോകവും അതിൻ്റെ പ്രലോഭനങ്ങളും അതിൻ്റെ എല്ലാം അകത്ത് പ്രവേശിച്ചിരിക്കുക. വേലി പൊളിഞ്ഞു കിടക്കുക. പലർക്കും ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആത്മീയ ജീവിതത്തിന്മേൽ, വ്യക്തിപരമായ ജീവിതത്തിന്മേൽ, സഭാപരമായ ജീവിതത്തിന്മേലൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രൊട്ടക്ഷൻ പലരിൽ നിന്നും അകന്നു പോയിരിക്കുക, മാറ്റപ്പെട്ടിരിക്കുക. ഇത് കണ്ടേച്ച് വെറുതെ ഇരിക്കുവാനല്ല, കരയുവാനാ. ദൈവസന്നിധി കരയണം. ദൈവസന്നിധിയിൽ വ്യവസ്ഥ തെറ്റിയ ജീവിതം ആര് ജീവിച്ചാലും അവരുടെ ജീവിതത്തിന്മേൽ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ജനത്തെയൊക്കെ ഓർത്ത് ഇന്നത്തെ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ, ഇന്നത്തെ സാഹചര്യങ്ങൾ നാം നോക്കുമ്പോൾ പലരും അങ്ങനെയുള്ള ഒരു ജീവിതത്തിനകത്തൂടെ കടന്നു പോകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാ ദൈവമക്കളെ. നെഹമ്യാവിന് അതുപോലെ നെഹമ്യാവ് ഏറ്റെടുക്കുക. ആ ജീവിതത്തിൽ അവരുടെ കഷ്ടത, അവരുടെ പ്രയാസം വന്ന് കേട്ടപ്പോൾ തന്നെ ആ വിഷയത്തിന്മേൽ ഏറിയ നാളിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ആ വ്യക്തി നെഹമ്യാവെന്ന് പറയുന്നത് ഒരു പാനപാത്രവാഹന. രാജാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്തേച്ചൊക്കെ കൊടുക്കുള്ളൂ. ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. തനിക്ക് യെരൂശലേമിലെ അവസ്ഥ കണ്ടേച്ച് ദുഃഖിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇത്രയും ആത്മഭാരം എടുക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ ആ വ്യക്തിയിലുണ്ടായ ആത്മഭാരം അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസനയിൽ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവസനയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, കുറേ നാളായിട്ട് നമ്മളൊരു വിഷയം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ കുറേ നാളുകൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും.
ആ വിഷയത്തിന് ഹല്ലേലൂയ നമുക്ക് വിശ്വാസത്തിന് ചോർച്ചയുണ്ടാകും. ഹല്ലേലൂയ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ നമുക്ക് പിന്നെ അത് ആത്മഭാരത്തോട് പ്രാർത്ഥിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരുന്നത്. അങ്ങനെ ആകരുത്. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആ വിഷയം ഹല്ലേലൂയ വിട്ടുപോകാതെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്മേൽ പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത വ്യക്തി നിന്നെ സഹായിച്ചെന്നിരിക്കും. ഹല്ലേലൂയ നീ സഹായത്തിന് ആഗ്രഹിക്കുന്നവരിലും നല്ലായിരിക്കാം. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ ചില വ്യക്തികളെ ഒരുക്കും. ഹല്ലേലൂയ അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. ഹല്ലേലൂയ കുറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും എൻ്റെ ജീവിതത്തിന്മേൽ ആ വിഷയത്തിന്മേൽ ഒരു വിടുതലില്ലല്ലോ, ഞാൻ പല നാളുകളായി ആ വിഷയം തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നല്ലോ എന്ന് ഹല്ലേലൂയ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ 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 ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ ആ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ ജീവിതത്തിൽ നാം ഹല്ലേലൂയ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വരണം, ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യകതയാണ്. യെരുശലേമിന്റെ ഉദാഹരണത്തിനായി ഹല്ലേലൂയ യെരുശലേം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ ദൈവം ആത്മഭാരം കൊടുത്തേച്ച് അതിനെ പണിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ അങ്ങനെ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ നിലവിളിച്ച് ഹല്ലേലൂയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ഹല്ലേലൂയ നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ദൈവം നിനക്ക് വേണ്ടി ചില ഹല്ലേലൂയ വിഷയങ്ങളുടെ മേൽ മറുപടി തരും. നിന്റെ തലമുറകളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്ത് അങ്ങ് വിശ്വസിക്കുക. ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പല നാളുകളായി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ നെഹമ്യാവിന്റെ 20 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ ഇരമ്യാ പ്രവാചകന്റെ 15-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമേ ആർക്ക് നിന്നോട് കനിവ് തോന്നും, ആർ നിന്നോട് സഹതാപം കാണിക്കും, ആർ നിന്റെ ക്ഷേമം ചോദിപ്പാൻ കയറി വരും എന്ന് വെച്ചാൽ അതിന്റെ ലാസ്റ്റ് വാക്യങ്ങൾ വരുന്നതാണ് ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ അവരുടെ അകൃത്യം അതുപോലെ കഠിനമായിരുന്നു. ഹല്ലേലൂയ പല പ്രവാചകന്മാരിലൂടെ ഹല്ലേലൂയ ദൈവം ആലോചന പറഞ്ഞു കൊടുത്തു. അവരെ മടക്കി കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ദൃഷ്ടാന്തങ്ങളിലൂടെ ഒക്കെ പ്രവാചകന്മാരെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിച്ചു. എന്നാൽ ഹല്ലേലൂയ അവർ മടങ്ങി വന്നില്ല. ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ദൈവത്തെ വിട്ട് വാൽവിഗ്രഹങ്ങളെയൊക്കെ സേവിച്ച് ഹല്ലേലൂയ ധന്യദേവന്മാരെ സേവിച്ച് ഹല്ലേലൂയ ഒക്കെ അവരുടെ ജീവിതം ഹല്ലേലൂയ മുന്നോട്ട് കഴിച്ചു. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ യിരെമ്യാവിലൂടെ പറഞ്ഞത് ആർക്ക് നിന്നോട് കനിവ് തോന്നും, ആര് നിന്നോട് സഹതാപം കാണിക്കും. ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ സഹതാപം കാണിക്കാൻ കഴിയത്തില്ലാത്ത അവസ്ഥ, ആർക്കും നിന്നോട് ഇഷ്ടം തോന്നാത്ത അവസ്ഥ, ഹല്ലേലൂയ ആർക്കും കനിവ് തോന്നാത്ത അവസ്ഥ ഹല്ലേലൂയ ഒക്കെ ആയിരുന്നാലും ഹല്ലേലൂയ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റുകയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഒരുവനിൽ ആത്മഭാരം കൊടുത്തു. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഒരു മനുഷ്യനിൽ ആത്മഭാരം കൊടുത്തേച്ച് ഹല്ലേലൂയ അവരിലൂടെ ഹല്ലേലൂയ ദൈവം ഉദ്ധാരണം ചെയ്യുന്നതാണ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ നെഹമ്യാവിലും ഒക്കെ കാണുന്നത്. അല്ലയോ ദൈവമക്കളെ ഹല്ലേലൂയ ദൈവം ഒരനർത്ഥം വരുത്തുമെന്ന് തീരുമാനിച്ചാൽ ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ ദൈവം തീരുമാനിച്ച് ദൈവം അത് അരുളി ചെയ്ത് പ്രവാചകൻ മുഖാന്തരം നിന്നോട് അറിയിച്ചാൽ ഹല്ലേലൂയ അതിൽ നിന്നൊരു നീക്കുപോക്ക് ദൈവം വരുത്തി വേട്ടുണ്ട്. ഹല്ലേലൂയ അതിന് നീ എന്ത് ചെയ്യണം, സ്വയം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കണം. നിനക്കെതിരെയുള്ള വിധികൾ അതെന്തുമായിക്കൊള്ളട്ടെ ഹല്ലേലൂയ ആ വിധികളെ ഒക്കെ ഹല്ലേലൂയ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും. ഏത് ശാപമായിക്കോട്ടെ അതിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ യഥാർത്ഥമായി മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ യഥാർത്ഥമായ മടങ്ങി വന്നു കഴിഞ്ഞാൽ, യഥാർത്ഥമായി പാപബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വിരോധമായ ചില രേഖകളൊക്കെ എന്ത് ചെയ്യും, മാറ്റി എഴുതും. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ചില ശാപങ്ങൾ അനർത്ഥങ്ങൾ ദൈവം മാറ്റും. ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇടിവിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ജനം മടങ്ങി വരുമ്പോൾ ദൈവം അനർത്ഥത്തെ പറ്റി ഹല്ലേലൂയ അനുതപിച്ച സാഹചര്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം ദൈവസന്നിധി ഇടിവിൽ നിന്ന് ലോത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സോദോം ഗൊമോറയുടെ പാപം അതികഠിനമായിരുന്നു, അവരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു, ഹല്ലേലൂയ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇടുവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ലോത്തിനെയും കുടുംബത്തെയും ഹല്ലേലൂയ ദൈവദൂതന്മാരെ കൈക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി രക്ഷിച്ചു. ഹല്ലേലൂയ
ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ ദൈവമാ. ദൈവം ഹല്ലേലൂയ കരുണയുള്ള ദൈവമാ. ഹല്ലേലൂയ ദൈവത്തിന് ദയ തോന്നുന്ന ദൈവമാ. ഹല്ലേലൂയ നിനവയുടെ കാര്യവും നമുക്കറിയാം. ഹല്ലേലൂയ നിനവയില് യോനയെ പറഞ്ഞു വിട്ട് പ്രസംഗിക്കാൻ ആ ജനത്തിന് അനർത്ഥം, ആ ജനത്തിന് വരാനിരിക്കുന്ന അനർത്ഥം, ആ ജനത്തിന്റെ പാപവഴിയെ മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വരുവാനിരിക്കുന്ന അനർത്ഥത്തെ പറ്റി ഹല്ലേലൂയ അവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രാജാവും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഒരുപോലെ ദൈവസനെ കമണ് വീട് പ്രാർത്ഥിച്ചു. അവരുടെ പാവം ഏറ്റുപറഞ്ഞു കരഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം അനർത്ഥത്തെ പറ്റി ഹല്ലേലൂയ അനർത്ഥത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനിടയായി. അതിന് യോന ഹല്ലേലൂയക്ക് വിഷമമായി പോയി. എന്നുവെച്ചാൽ അവൻ പ്രവചിച്ച പ്രവചനം ഹല്ലേലൂയ നടന്നില്ലല്ലോ. ഹല്ലേലൂയ അതിന് ഇന്നും അങ്ങനെയാ. ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ചു നമ്മൾ പ്രവചിക്കുന്ന വിഷയത്തിന്മേൽ ഒരാൾക്ക് അനർത്ഥം വരുമെന്ന് നമ്മൾ പ്രവചിച്ചാൽ അത് അനർത്ഥം നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണണം. എന്ന് വെച്ചാൽ നാം നല്ല പ്രവാചകനാണെന്ന് നാളെ പറയണം. അത് അനർത്ഥം കണ്ടല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല ദൈവം. ഹല്ലേലൂയ വ്യക്തിപരമായ പ്രശംസകൾക്കോ ഹല്ലേലൂയ പുകഴ്ചയ്ക്കോ ഒന്നും അല്ല ദൈവം പറയുന്നത്. ഈ ജനം എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങി വാ. ഹല്ലേലൂയ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഈ അനർത്ഥത്തെ, ഈ ശാപത്തെ, ഈ ദോഷത്തെ, ഈ രോഗത്തെ ഞാൻ ഇവരുടെ അടുക്കൽ നിന്ന് മാറ്റും. ഹല്ലേലൂയ അതിന് ദൈവം നോക്കിയിരിക്കുക. ഹല്ലേലൂയ ജനം മടങ്ങി വരുവാനാ ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും. ഹല്ലേലൂയ അനർത്ഥങ്ങളും ശാപങ്ങളും നിന്റെ ജീവിതത്തിന്മേലുള്ള ശാപങ്ങളാകട്ടെ, രോഗങ്ങളാവട്ടെ, പ്രതിസന്ധികളാവട്ടെ, ഏതുമായിക്കൊള്ളട്ടെ ഹല്ലേലൂയ ദൈവം മുമ്പാകെ നീ നിന്നെ സമർപ്പിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം അതിൽ നിന്നൊക്കെ നിന്നെ വിടുവിക്കും. നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നെഹമ്യാവ് ആ പ്രാർത്ഥന ആദ്യം എന്തുവെന്നറിയാമോ? ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് വിശ്വസ്തയോർത്ത് സ്തുതിക്കുക. അവിടെ നെഹമ്യാവ് പറയുന്നുണ്ട് ഹല്ലേലൂയ നിയമവും ദയയും ഒക്കെ കാണിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, ആ ദൈവത്തിന്റെ പരമാധികാരം ഹല്ലേലൂയ ദൈവം ആരെന്നുള്ള ആ ബോധ്യം അവനിൽ യഥാർത്ഥമായി ഹല്ലേലൂയ ഉളവായിച്ച് അത് പറയുക. കർത്താവേ നിന്നെ സ്തുതിക്കുക, നീ ഭയങ്കരനായ ദൈവമാ. ഹല്ലേലൂയ നീ ഹല്ലേലൂയ മഹാനായ ദൈവമാ. ഹല്ലേലൂയ ആ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നാം കൊടുത്തു വേണം പ്രാർത്ഥിക്കാൻ. രണ്ടാമത് അവൻ പറഞ്ഞു തന്റെ പിതൃഭവനവും ഞാനും ഇസ്രായേൽ ജനം ഒക്കെയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, പാപം ചെയ്തു, സ്വയം ഏറ്റെടുത്തവൻ കരയുക. ഹല്ലേലൂയ പാപത്തെ തന്റെ പാപവും ജനത്തിന്റെ പാപവും ഇസ്രായേലിന്റെ പാപവും എല്ലാം ഏറ്റെടുത്ത് അവൻ കരയുക ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ ദൈവമക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ദൈവം ആരാണെന്നുള്ളത് യഥാർത്ഥമായി മനസ്സിലാക്കണം. ഒന്ന്. രണ്ട്, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്മേൽ വന്നിരിക്കുന്ന പാപത്തെ ഏറ്റുപറയണം, അത് സ്വയം മനസ്സിലാക്കണം. ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന പാപങ്ങള്, കുറവുകള് ഹല്ലേലൂയ അത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. അതൊക്കെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഹല്ലേലൂയ പാപത്തെ പറ്റി സ്വയം ഒരു തിരിച്ചറിവുണ്ടാകണം, ഒരു ബോധ്യമുണ്ടാകണം. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തോട് ക്ഷമയാചിക്കണം. ഹല്ലേലൂയ ക്ഷമയ്ക്കായിട്ട് ദൈവസന്നിധി അടുത്ത് ചെല്ലണം. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാത്. മൂന്നാമത് ഹല്ലേലൂയ ഈ നെഹമ്യാവിന്റെ പ്രാർത്ഥനയിലുള്ള ഒരു കാര്യം, അവൻ പറയുന്ന വാഗ്ദത്തങ്ങളെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ അത് ആവശ്യം. നമ്മളോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഹല്ലേലൂയ കർത്താവിനോട് ഓർമ്മിപ്പിച്ച് ഹല്ലേലൂയ കർത്താവേ എന്നോട് ഈ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് നിവർത്തിയാക്കണേ എന്ന് ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ഇടയാകട്ടെ. ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അനുദപിച്ചു വന്ന് എന്നാൽ പ്രമാണങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് മോശയോട് അരുളി ചെയ്തത് ഓർമ്മിപ്പിക്കുക പ്രാർത്ഥനയില്. ദൈവമക്കളെ ഹല്ലേലൂയ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് നാം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നാലാമതായി കൃപയ്ക്കായിട്ട് യാചിക്കുക. ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ എല്ലാം സമർപ്പിച്ചു, അവനെ സമർപ്പിച്ചു, ജനത്തെ സമർപ്പിച്ചു, അവരുടെ കൃത്യങ്ങളെല്ലാം ഹല്ലേലൂയ ഓർത്തോർത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞു. ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു. ഹല്ലേലൂയ എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് യാചിക്കുക. ദൈവമേ
എന്നോട് കരുണ തോന്നണം, ഈ ജനത്തോട് കരുണ തോന്നണം, ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദകരമാകണം. നാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമായ പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീസാൻ മാസത്തിലെ കിസ്ലേവ് മാസത്തിലെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ നെഹമ്യാവ്. ഹല്ലേലൂയ. എന്നുവെച്ച് ഹല്ലേലൂയ നീസാൻ മാസത്തില് അർത്തഹഷ്ടാ രാജാവിന്റെ 20-ാം ആണ്ടില് നെഹമ്യാവ് രാജാവിന് മുമ്പാകെ വരുന്നത്. അന്നേരം ഏതാണ്ട് 4 മാസത്തോളം കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ മാസത്തോളം ഇവൻ ഈ വിഷയത്തിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമക്കളെ, പ്രാർത്ഥിച്ച് മടുക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിനൊരു ടൈമുണ്ട്. ദൈവത്തിന് ദൈവത്തിന്റെ പ്രവർത്തികൾക്കെല്ലാം ദൈവത്തിൻ്റെതായ ഒരു ടൈമുണ്ട്. ആ കൃത്യസമയത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇവൻ പ്രാർത്ഥിച്ചേച്ച് രാജാവിന് മുമ്പിൽ പോകുമ്പോൾ ഹല്ലേലൂയ രാജാവിന് മുമ്പിൽ ഇതുവരെ ഇവന് മുഖം വാടിയോ ഹല്ലേലൂയ ആകുലതയോടോ ഒന്നും ചെന്നിരുന്നിട്ടില്ല. എന്നാൽ ഇന്ന് എന്നപ്പോൾ ഹല്ലേലൂയ ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ കടന്നു ചെന്നിരിക്കുമ്പോൾ അവന്റെ മുഖത്തൊരു ഹല്ലേലൂയ വ്യസനം. രാജാവ് കാണുക. ഹല്ലേലൂയ. രാജാവിന്റെ മുമ്പിൽ ഇതുവരെ അവൻ കുണ്ടുതനായിട്ട് ഇരുന്നിട്ടില്ല. രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുക, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. രാജാവിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവന്റെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു ഭാരമുണ്ട്, ഒരു മനോവസനമുണ്ട്. ഹല്ലേലൂയ. അത് ഹേതുവായിട്ടാണ് ഇവന്റെ മനസ്സ് ഹല്ലേലൂയ ഇടിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, മനോവസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിരിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇടിഞ്ഞിരിക്കുന്ന നെഹമ്യാവിന്റെ മനസ്സ് കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ രാജാവ് ഹല്ലേലൂയ അതിന് അവനോട് ചോദിച്ചറിയുക, ഇതിന്റെ കാരണം എന്തുവാ? ഹല്ലേലൂയ. എന്തുകൊണ്ടാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, നാം മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ ആശ്വസിപ്പിക്കുന്നവരാകണം. ഹല്ലേലൂയ. പലരെ ആശ്വസിപ്പിക്കാൻ പോയിട്ട് അവരുടെ ആശ്വാസത്തിന് ഒന്നുകൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ആധിക്യം വരുന്നത്, അതായത് അവരുടെ പ്രയാസത്തിനൊന്നുകൂടെ ആധിക്യം വരുത്തുന്ന രീതിയിൽ ആശ്വസിപ്പിച്ചു പോരുന്നവരുണ്ട്. ഹല്ലേലൂയ. പലരെയും ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഒരു രോഗിയുടെ അടുത്ത് ചെന്നാൽ ഹല്ലേലൂയ അവരുടെയൊക്കെ അടുക്ക ചെന്ന് ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ചെന്നേച്ച് ഹല്ലേലൂയ അതിലും കഠിനമായ രീതിയിൽ അവരെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ വാക്കുകൾ പറഞ്ഞിച്ചു പോവും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരായിട്ടല്ല തീരേണ്ടത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ നാം ഇടയാകണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തികള് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. ഈ ജാതിയെ രാജാവ് അവനോട് ചോദിച്ചു, ഹല്ലേലൂയ എന്താ നിന്റെ പ്രശ്നം? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഹല്ലേലൂയ. നെഹമ്യാവ് രാജാവിനോട് പറയുക, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്തോ? ഹല്ലേലൂയ. നോക്കിയേ, അവൻ പ്രാർത്ഥിച്ചേച്ച് വന്ന് ആ വിഷയം അവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് രാജാവ് അവനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ രാജാവ് ഉടനെ ചോദിക്കുക, ഹല്ലേലൂയ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ അപേക്ഷ എന്താ? ഹല്ലേലൂയ നീ അത് പറ. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ വ്യവസ്ഥയോടുകൂടെ ദൈവസന്നിധി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ ഹല്ലേലൂയ അതിന്മേൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നാളുകൾ കഴിഞ്ഞു പോയെന്നും പറഞ്ഞോ, സമയങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞോ, ഹല്ലേലൂയ നീ വ്യസനിക്കേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിയില്. ഹല്ലേലൂയ. ഉറപ്പോടുകൂടെ ദൈവസന്നിധി ഇരിക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവസന്നിധി ഇരിക്കുക. ദൈവം നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവൻ കുറെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ വിഷയത്തിന്. 4 മാസത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും രാജാവ് അവനോട് ഇത് ചോദിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഉടനെ വീണ്ടും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എത്ര ഹല്ലേലൂയ നമ്മൾ ആ വിഷയങ്ങളൊക്കെ ആ അധ്യായങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. 4 മാസമായി ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ച രാജാവിന്റെ മുമ്പിൽ ചെന്ന് രാജാവ് ഹല്ലേലൂയ അത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അന്നേരം രാജാവ് അതിന് മറുപടി പറയാൻ വരുന്ന ഉടനെ അവൻ എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് വീണ്ടും നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏത് വിഷയമായിരുന്നാലും, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നാലും ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ ഒരു മറുപടി നമ്മളുടെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ
ഹാലലുയ ഈ മറുപടി ഹാലലുയ എനിക്ക് ദൈവം തന്നതിന് ഞാൻ യോഗ്യതയില്ലാത്തത് ദൈവം എനിക്ക് തരുമ്പോൾ ദൈവഹിതം തന്നെയാണോ എന്നുള്ള വീണ്ടും നാം ആരാഞ്ഞറിയണം ദൈവമക്കളെ. ഹാലലുയ ഹാലലുയ നമുക്ക് യോഗ്യതയില്ലാത്ത സമയത്ത് ദൈവം പലതും നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തരുമ്പോൾ ദൈവത്തിന് നന്ദി കരറ്റുന്നവരായിരിക്കണം. ഹാലലുയ അവൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒരുങ്ങി കടന്നു വന്നതാണെങ്കിലും രാജാവ് അവനോട് നിന്റെ അപേക്ഷ എന്തുവാന്ന് ചോദിക്കുന്ന ഉടനെ അവൻ രാജാവിനോട് മറുപടി പറയുവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നുവെച്ചാൽ അവൻ മറുപടി പറയുന്നത് ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിച്ചവൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഹല്ലേലൂയ രാജാവിനോട് പറയുക അങ്ങയുടെ മുമ്പിൽ ദയ ലഭിച്ച ഹല്ലേലൂയ അടിയൻ യഹൂദിയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് എന്നെ ഒന്ന് അയക്കണം. ഹല്ലേലൂയ കേട്ട ഉടനെ രാജാവ് നിനക്ക് എത്ര നാളാ പോകേണ്ടത്, എത്ര നാളാ നിനക്ക് വേണ്ടിയത്, എപ്പോ നീ മടങ്ങി വരും? എൻ്റെ ദൈവമക്കളെ ഹല്ലേലൂയ എത്ര ഹല്ലേലൂയ 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 നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും ഏത് നിയമത്തിനകത്തിരിക്കുന്നവരായാലും അവരുടെ മനസ്സിനെ തിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ അത് നാം മനസ്സിലാക്കണം. ഇവിടെ അവനോട് ചോദിക്കുക നിനക്ക് ഹല്ലേലൂയ എത്ര നാളാ വേണ്ടിയത്, എപ്പോ നീ മടങ്ങി വരും? ഹല്ലേലൂയ ഈ വിഷയം ഹല്ലേലൂയ ആ രാജാവ് ഹല്ലേലൂയ അങ്ങ് ഉൾക്കൊള്ളുക. ഹല്ലേലൂയ ആ രാജാവ് പറയാ ഹല്ലേലൂയ നിനക്ക് പോകാം, നിനക്ക് എത്ര നാൾ വേണം, നീ പൊക്കോ എന്നുള്ളത് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ അങ്ങനെ അനുവദിക്കുന്നതായിട്ട് കാണുന്നത്. ഇവൻ ഹല്ലേലൂയ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പണിക്ക് എത്ര നാൾ എടുക്കുമെന്ന് എന്താണെന്നും ഒന്നും കണ്ടിട്ടില്ല, അവിടെ പോയി അവന്റെ അവസ്ഥ കണ്ടിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടെ അവൻ ഒരവധി അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ അവനൊരു അവധി അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ ഞാൻ ഇന്ന അവധിക്ക് ഹല്ലേലൂയ ഒരു അവധി അവനോട് പറഞ്ഞു, ഇന്ന അവധിക്ക് മുമ്പ് ഞാൻ വരും. ദൈവമേ ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തിൽ ആശ്രയിച്ച് നാം പറയുന്ന വാക്കുകളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ ആ അവധിക്ക് മുമ്പ് തന്നെ ആ പണിയൊക്കെ തീർത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം അവനെ ഹല്ലേലൂയ ഉപയോഗിച്ചു. ഹല്ലേലൂയ ദൈവം മുമ്പാകെ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവം മുമ്പാകെ നാം പറയുന്ന വാക്കുകൾ ഹല്ലേലൂയ ഇതൊക്കെ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമാകണം. ദൈവമക്കളെ മുൻസ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ നാം എന്ത് ചെയ്താലും ദൈവത്തിന് ഹല്ലേലൂയ അതിനകത്ത് ഹല്ലേലൂയ ഏറ്റവും പ്രധാന സ്ഥാനം ദൈവത്തിനായിരിക്കണം എന്നുള്ളത് നാം മറന്നു പോകരുത്. നെഹമ്യാവിന് ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. നെഹമ്യാവ് താഴ്മയുള്ളവനായിരുന്നു. ഇത്രയും ഹല്ലേലൂയ ഒരു ഉദ്യോഗസ്ഥനായിരിക്കെ ഹല്ലേലൂയ അവൻ താഴ്മയുള്ളവനായിരുന്നു. അവന്റെ പദവിയോ സമ്പത്തോ ഒന്നും അവന് പ്രശ്നമായിരുന്നില്ല. അവൻ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനല്ല എങ്കിൽ അവൻ പാനപാത്രവാഹകനായിട്ട് തീരുകയില്ല. പാനപാത്രവാഹകനാകുകയാണെങ്കിൽ വിശ്വസ്തന്മാരാകണം. കാരണം എന്താ വെച്ചാൽ രാജാവിന് കൊടുക്കുന്ന സുരക്ഷ, അതായത് രാജാവ് ഭക്ഷിക്കുന്ന ആഹാരം ഇവൻ ടേസ്റ്റ് ചെയ്തേച്ച് കൊടുക്കണം. അങ്ങനെയാവുന്ന അത് വിശ്വസ്തന്മാരല്ലാതെ അവിടെ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല രാജാവുമായിട്ട് ഇവന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അവന് അനുകമ്പയുള്ളവനായിരുന്നു. ജനത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ വസനം തോന്നുക, ദുഃഖം തോന്നുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ നെഹമ്യാവ്. ഹല്ലേലൂയ ലോകപ്രകാരമുള്ള അധികാരത്തിലോ സമ്പത്തിലോ ഒന്നുമല്ല, ദൈവസ്നേഹം നമ്മിൽ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ അനുകമ്പ, യഥാർത്ഥ കരച്ചില്, യഥാർത്ഥ പ്രാർത്ഥന, യഥാർത്ഥ ഉപവാസം നമ്മിൽ നിന്ന് വെളിവാകുള്ളൂ. ദൈവമക്കളെ ഹല്ലേലൂയ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നാം നിറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഒടുവിൽ ഹല്ലേലൂയ അവൻ പ്രാർത്ഥിച്ചത് മാത്രമല്ല, ഹല്ലേലൂയ അവൻ എന്ത് ചെയ്ത് നിൽക്കണം, ഇവന് ഇവിടെ രാജസ്ഥാനത്തിരിക്കുന്ന നെഹമ്യാവിന് ഹല്ലേലൂയ യെരൂശലേമിൽ ഹല്ലേലൂയ കഷ്ടതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത്രയും പോരെ? നമ്മൾ അങ്ങനെയൊക്കെയല്ലേ? ഹല്ലേലൂയ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക വെച്ചാൽ 2-3 ദിവസം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ ആ വിഷയം എന്ത് ചെയ്യും? വിടുവങ്ങ്. ഹല്ലേലൂയ അങ്ങനെയാ സാധാരണ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് കുറെ നാൾ പ്രാർത്ഥിച്ചിരുന്നേച്ച് ഹല്ലേലൂയ ആ വിഷയം എങ്ങനെയാണെന്ന് ചെന്ന് കണ്ട് ആ കാര്യം പരിഹരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നെഹമ്യാവ് പുറപ്പെടുക. ഹല്ലേലൂയ തൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് ലീവ് എടുത്ത് ഹല്ലേലൂയ ആ സ്ഥാനത്ത് ഹല്ലേലൂയ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്ത് വെച്ചാൽ ലീവ് എടുക്കുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ. ഇത് അങ്ങനെയൊന്നുമല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ആ ജനത്തിന്റെ ഹല്ലേലൂയ പ്രയാസം മാറ്റിക്കൊടുക്കുവാൻ, അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം
പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവൻ അവിടെ നിന്ന് അവധിയെടുത്ത് ഹല്ലേലൂയ പോകുക. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സാക്ഷികളായി നിൽക്കുമ്പോൾ, ദൈവവേല ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അനുകമ്പയുള്ളവരായി തീരണം. നാം അനുകമ്പയുള്ളവരായി തീരണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക തന്നെയല്ല, ഹല്ലേലൂയ ഇറങ്ങിച്ചെന്ന് അവരുടെ വേദന കണ്ട്, അവരുടെ പ്രയാസങ്ങൾ കണ്ട് ഹല്ലേലൂയ അവർക്ക് ഒരാശ്വാസമായി തീരുവാൻ നമുക്ക് കഴിയണം. അതാ യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകണം. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അങ്ങനെ കടന്നു പോകാൻ തീരുമാനിക്കുക. ഹല്ലേലൂയ എന്നുവെച്ചാൽ ഹല്ലേലൂയ പോകുന്ന കാര്യത്തിനുള്ള എല്ലാം ക്രമീകരിക്കുക. ഹല്ലേലൂയ അവിടോട്ട് പോകുന്ന വഴിക്ക് ഹല്ലേലൂയ എന്തെല്ലാം വേണം അതെല്ലാം അവൻ രാജാവിനോട് പറഞ്ഞേച്ച് ഹല്ലേലൂയ അവൻ എന്നെ ദേശാധിപതിമാർ എന്നെ കടത്തിവിടണം, അതിന് അവർക്കൊരെഴുത്ത് വേണം. ഹല്ലേലൂയ പട്ടണത്തിൽ ചെന്നേച്ച് എനിക്ക് പാർക്കണം, അതിന് വീടിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ എത്ര കാഴ്ചപ്പാടായിരുന്നു ആ വ്യക്തിക്കെന്നൊന്ന് ആലോചിച്ച് നോക്കി. പോകുന്നിടത്ത് ഹല്ലേലൂയ ഫോറസ്റ്റ് ഓഫീസർമാരുടെ എഴുത്ത് എല്ലാം വാങ്ങിച്ചേച്ച് അതിന് വേണ്ടുന്ന പണിക്ക് ആവശ്യമായ അവൻ അവിടെ ചെന്ന് നിന്ന് പണിയേണ്ടതിന് ആവശ്യമായ സകല കാര്യങ്ങളും ഹല്ലേലൂയ നേരത്തെ കണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കിയേച്ചാ ഈ ഹല്ലേലൂയ നെഹമ്യാവ് അവിടേക്ക് കടന്നു പോകുന്നത്. അവിടെ പറയുന്നുണ്ട് എൻ്റെ ദൈവത്തിന് ദയുള്ള കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് രാജാവ് ഇതൊക്കെ എനിക്ക് തന്നത്. ദൈവമക്കളെ, നമുക്കൊരാൾ സഹായം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ സഹായം തരുന്നതിന് പിന്നിൽ ദൈവം അവരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇടപെട്ടിട്ടാ. ഹല്ലേലൂയ പലപ്പോഴും നാം വിചാരിക്കുന്നിടത്തു നിന്നൊക്കെ നമുക്ക് സഹായങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ നാം ആഗ്രഹിക്കുന്ന ഇടത്തു നിന്ന് നമുക്ക് സഹായം കിട്ടാതെ വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവരോട് നമുക്ക് ദേഷ്യം വരും. നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ ദൈവസന്നിധി പിറുപിറുക്കുവാൻ ഇടയാകും. എന്നാൽ ദൈവമക്കളെ, ദൈവം ഒരുവനിൽ തോന്നിക്കാതെ, ദൈവം അനുകൂലമാകാതെ നമുക്കൊരു സഹായം ആരിൽ നിന്നും ലഭ്യമാകുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആവശ്യമായത് ഒരു വ്യക്തിയിലൂടെ നിന്നിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ദൈവം അവരുടെ ഹൃദയങ്ങൾ ഇടപെട്ടേ മതിയാവൂ. ഹല്ലേലൂയ നെഹമ്യാവ് അതാ പറയുന്നത്. ഈ രാജാവ് എല്ലാ കാര്യങ്ങളും വഴിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം എഴുത്തും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഹല്ലേലൂയ നെഹമ്യാവ് പറയുക, എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു, അതുകൊണ്ട് രാജാവ് ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നത്. ഹല്ലേലൂയ എന്നോട് ദൈവത്തിന് ദയ തോന്നുമ്പോൾ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിപ്പിക്കുവാൻ ഹല്ലേലൂയ എന്നെ സഹായിക്കുവാൻ ഹല്ലേലൂയ ദൈവം മറ്റൊരു വ്യക്തിയെ ഒരുക്കുക. ഹല്ലേലൂയ നമ്മെ സഹായിക്കുവാൻ ഹല്ലേലൂയ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ ഹല്ലേലൂയ അവരിലൂടെ ദൈവം നമുക്ക് സഹായം ഒരുക്കി തരും. ഹല്ലേലൂയ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ദൈവം നമ്മൾ ഇതുവരെ അറിയാത്ത വ്യക്തിയിലൂടെ അത് ദൈവം നമുക്ക് ചെയ്തു തരും. ഹല്ലേലൂയ പലപ്പോഴും പലരിൽ നിന്നും പലതും ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോൾ ഹല്ലേലൂയ തന്നില്ലയോ എന്നൊന്നും ഭാരപ്പെടണ്ട, കിട്ടിയില്ലല്ലോ എന്നൊന്നും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത് ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി തന്നെ തരും. ഹല്ലേലൂയ അത് നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നീ അറിയാത്ത വഴികൾ, നീ നനയ്ക്കാത്ത, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിബലരഗതല ഹസ്തലാരകൾ കൗടാറബാലവ വ്യക്തികളെ ഒരുക്കി നിനക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ വഴിയും വാതിലും തുറന്ന് ഹല്ലേലൂയ നിന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ നിരാശപ്പെടരുത്. ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ദേശത്തുള്ളവരായിരിക്കാം, വിദേശത്തുള്ളവരായിരിക്കാം, ഹല്ലേലൂയ ആരിലൂടെ പ്രവർത്തിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവം അത് ഹല്ലേലൂയ പ്രവർത്തിക്കും. നമ്മൾ ആളിനെ കാണിച്ചു കൊടുക്കണ്ട. ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അറിയാത്ത വാതിലും വഴിവെള്ളവും ഒക്കെ നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ അതുകൊണ്ട് നിരാശപ്പെടുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടയാകരുത്. നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, അതെല്ലാം പ്ലാന് ഹല്ലേലൂയ ദൈവസന്നിധി വെച്ച അവന് ഹല്ലേലൂയ ദൈവസന്നിധി വെച്ച് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്ലാനും പദ്ധതിയും ഒക്കെ ദൈവം ഏറ്റെടുത്തേച്ച് ദൈവം അവനത് സാധിപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സകല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ദൈവസന്നിധി സമർപ്പിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് അതിന്മേൽ ദൈവമാ പ്രവർത്തിക്കേണ്ടത്. അതിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ഏത് വിഷയങ്ങൾ ഏത് പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഉപവസിച്ചാലും ഹല്ലേലൂയ ആ ഒരു പണി നടക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ ദൈവിക പദ്ധതി നടക്കുമ്പോൾ
പല വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിന്മേലുണ്ടാകും. അത് ഹല്ലേലൂയ എവിടെ നാം നോക്കിയാലും നമുക്കത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ വെല്ലുവിളികളില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വെല്ലുവിളികളില്ലെന്നല്ല, വെല്ലുവിളികളുണ്ട്. ഹല്ലേലൂയ രോഗമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടതയുണ്ട്, ഇതൊക്കെ ഹല്ലേലൂയ ഉണ്ട്. ഹല്ലേലൂയ പ്രശ്നമില്ല, എല്ലാം സ്മൂത്തായി പോകും. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടെന്നൊന്നും ഹല്ലേലൂയ ആരും വിചാരിക്കണ്ട. ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ ഒക്കെ ചെയ്താലും നിന്നിലുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നിൽ ഹല്ലേലൂയ ശത്രു നിന്നെ വെല്ലുവിളിച്ചതിന് മുമ്പിൽ നിൽക്കും. അതിനെ ജയിച്ച് മുന്നേറി വരുവാൻ ഹല്ലേലൂയ നമുക്കിടയാകണം. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ അതിനെതിരായി സൻബല്ലത്തും തോബിയാവും എഴുന്നേൽക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റു. ഹല്ലേലൂയ ഇവർക്ക് യെരൂശലേമിൽ ഹല്ലേലൂയ അവർക്കൊരു ഗുണം ചെയ്യുവാൻ ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഹല്ലേലൂയ ആകപ്പാടെ ഹല്ലേലൂയ ഭാരമായി തീർന്നിച്ച് അവരിതെങ്ങനെ ഈ പണി എങ്ങനെ മുടക്കണം, ഇതെങ്ങനെ ഇല്ലാതാക്കണം, ഈ പദ്ധതി എങ്ങനെ ഹല്ലേലൂയ ഇല്ലാതാക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന അവർക്കിഷ്ടം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക പ്രൊട്ടക്ഷൻ അതിന് ചുറ്റും ഉണ്ടാകുന്ന അവർക്കിഷ്ടമില്ല. അതുകൊണ്ട് അവരത് അങ്ങനെ തന്നെ കിടക്കുവാൻ ആഗ്രഹിച്ച് അതിൻ്റെ പിൻപിൽ ഹല്ലേലൂയ വെല്ലുവിളിയുമായിട്ട് കടന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നെഹമ്യാവ് ഹല്ലേലൂയ പറയുന്നുണ്ട്, യെരൂശലേമിൽ ഹല്ലേലൂയ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത്. ഞാൻ യെരൂശലേമിൽ അവർ വന്നതിന് ശേഷം 3 ദിവസം ഹല്ലേലൂയ യെരൂശലേമിൽ വന്നതിന് ശേഷം 3 ദിവസം താമസിച്ച് ഹല്ലേലൂയ എന്നോടുകൂടെ ചില പുരുഷന്മാർ രാത്രിയിൽ എഴുന്നേറ്റ്, എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. ദൈവമക്കളെ ചില കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് തരുന്ന ഹല്ലേലൂയ ചില തോന്നലുകള്, ചില ഹല്ലേലൂയ അരുളപ്പാടുകള്, ചില ഹല്ലേലൂയ ദർശനങ്ങള് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ അറിഞ്ഞിട്ട് അതില്ലായ്മ ചെയ്യുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ അതുകൊണ്ട് നെഹമ്യാവ് എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിച്ചത് അവൻ ആരോടും പറയാതെ രാത്രിയിൽ ഹല്ലേലൂയ അവൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും കൂടെ ഇല്ലാതെ രാത്രിയിൽ ആരെയും കൂട്ടാതെ ഇതിന്റെ നിജസ്ഥിതി എന്തുവാ, യെരൂശലേമിന്റെ നിജസ്ഥിതി എന്തുവാ അത് കേട്ടറിഞ്ഞതേ ഉള്ളൂ. ഹനാനിയിൽ നിന്ന് അവൻ കേട്ടറിഞ്ഞതേ ഉള്ളൂ. കേട്ടറിഞ്ഞതിന്റെ കെയറോഫിൽ അവൻ ഇത്രയും പ്രാർത്ഥിച്ച ഇവിടം വരെ എത്തിയത്. എന്നാൽ അത് നേരിട്ട് പോയി ഹല്ലേലൂയ അവസ്ഥ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവൻ തീരുമാനിച്ചേച്ച് രാത്രിയിൽ തന്നെ അവിടെ കടന്നുപോയി. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അവിടെ പോയി എല്ലാ കാര്യങ്ങളും അവൻ നോക്കി കാണുക. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ തീ കൊണ്ട് ശൂന്യമായി കിടക്കുന്നതും അതിന്റെ വാലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതും അകപ്പെട്ടിരിക്കുന്ന അനർത്ഥം ഹല്ലേലൂയ അതെല്ലാം ഇവൻ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി. ഹല്ലേലൂയ അവനോട് കൂടെ ഉള്ളവരെ ആരും അതറിഞ്ഞില്ല, ആരോടും അവൻ പറഞ്ഞില്ല. ഹല്ലേലൂയ ആരോടും അവൻ പറഞ്ഞില്ല. ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ പോലും ആ വിഷയങ്ങളെ മറ്റു പരസ്യമാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ എന്ന രഹസ്യമായി ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കേണ്ടതായ വിഷയങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് രഹസ്യമായി തന്നെ ഇരിക്കണം, അത് പരസ്യപ്പെടുത്തരുത്. ഹല്ലേലൂയ ദൈവസന്നിധി ഹല്ലേലൂയ രഹസ്യമായി വെക്കേണ്ടതുണ്ട്. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറയേണ്ടതുണ്ട്. അത് പരസ്യമായി പറയാൻ പറ്റത്തില്ല. എന്നിങ്ങനെ നമ്മുടെ വിഷയങ്ങളൊന്നും ഹല്ലേലൂയ ദൈവസന്നിധി മറ്റുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കരുതെന്നല്ല. ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അതിന്മേൽ ഹല്ലേലൂയ ദൈവപ്രവർത്തി ദൈവിക പദ്ധതി ഹല്ലേലൂയ നിന്നിലൂടെയുള്ള ദൈവപ്രവർത്തിക്ക് പൂർത്തീകരണം വരുത്താതെ വണ്ണം പിശാച് തന്ത്രങ്ങൾ ഒരുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ഗ്രഹിച്ചു വേണം ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവന് കുതിരച്ചേവകരെയും സൈന്യത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ രാജാവ് അവന് സംരക്ഷണയ്ക്കായിട്ട് പടനായകന്മാരെ കുതിരച്ചേവകരെ ഒക്കെ അകമ്പടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തിവെച്ച ഹല്ലേലൂയ അവൻ കടന്നുപോയി. ദൈവശബ്ദം കേൾക്കുവാൻ ചിലതൊക്കെ മാറ്റി വെക്കേണ്ട, ചില ബന്ധങ്ങള്, ചില ഹല്ലേലൂയ സമ്പത്ത്, ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും ദൈവമക്കളെ. ഹല്ലേലൂയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ചില ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഹല്ലേലൂയ ചിലതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ അത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതത്തിന് ഹല്ലേലൂയ ചേരാത്ത ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ അത് കൂട്ടുകെട്ടുകളായിക്കൊള്ളട്ടെ, പ്രവർത്തികളായിക്കോട്ടെ, ഇതൊക്കെ ഹല്ലേലൂയ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയെങ്കിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം അബ്രഹാമും ഇസഹാക്കും കൂടെ യാഗം കഴിക്കാൻ പോയി. സാറായോട് പോലും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ നടക്കുകയില്ലെന്ന് അറിയാം അബ്രഹാമിന്.
അതുകൊണ്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ. അത് രഹസ്യമായി വെച്ചേച്ചാ പോയെ. തന്നെയല്ല, ബാല്യക്കാരെ അവിടം വരെ കൊണ്ടുവച്ച് യാഗം കഴിക്കുന്നിടത്ത് അവരെ കൊണ്ടുപോയില്ല, മാറ്റി നിർത്തി. ഹല്ലേലൂയ. അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് വെച്ച് ബാലനും താനും കൂടെ പോയേച്ചാ യാഗം കഴിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയില് ദൈവവുമായുള്ള ബന്ധത്തില് ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധത്തില് നാം ഹല്ലേലൂയ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നാം ഹല്ലേലൂയ മാറ്റിക്കളയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നാം ഹല്ലേലൂയ വേർതിരിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ നാം മനസ്സിലാക്കി വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. നമ്മുടെ ജീവിതത്തിന്മേൽ മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തിയേ മതിയാവൂ, ഇല്ലെങ്കിൽ അനുഗ്രഹം കിട്ടുകയില്ല. അത് നാം ജീവിതത്തിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ശൗലിനെ നമുക്കറിയാം. ശൗല് രാജാവാകുന്നതിന് മുമ്പ് തന്റെ അപ്പന്റെ കഴുതയെ തിരക്കിപ്പോയി. ഹല്ലേലൂയ. അപ്പന്റെ കഴുതയെ തിരക്കി. ഹല്ലേലൂയ. പോയി കഴുതയെ കിട്ടിയില്ല, കഴുതയെ കിട്ടിയുമില്ല. ഇവർക്ക് വഴിതെറ്റിപ്പോവുകയും ചെയ്തു. അങ്ങനെയായപ്പോൾ ഇവർ ശമൂവേലിന്റെ ഭവനത്തിൽ പോയി അവിടെ ചെന്ന് ഹല്ലേലൂയ വഴിയൊക്കെ ചോദിച്ചു വരാമെന്നുള്ള തീരുമാനത്തോടുകൂടെ ദാസനും ശൗലും കൂടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറ. അവൻ എന്ത് ചെയ്യട്ടെ? കടന്നു പോകട്ടെ. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത് നീ അല്പം നിൽക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്വന്തമായി ഹല്ലേലൂയ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്കിടയാകണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഏകാഗ്രമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളോട് പറയുന്നത് കാതോർക്കുവാൻ നമുക്ക് ഇടയാകണം. അതിന് തടസ്സമായിട്ട് വരുന്നതൊക്കെ അത് ഫോണായിരിക്കാം, വ്യക്തികളായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, എന്തുവായിക്കൊള്ളട്ടെ, ദൈവവും നാമുമായിട്ടുള്ള സംസർഗത്തിനകത്ത് ഹല്ലേലൂയ ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ നമ്മെ തിരിക്കുന്നത് എന്തെല്ലാമാണോ അതൊക്കെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മാറിയിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തനിയെ ദൈവസന്നിധി ശേഷിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി തനിയെ ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഈ നെഹമ്യാവ് അവിടെ നിന്ന് കടന്നു വന്നേച്ച് ഹല്ലേലൂയ അവൻ പാർക്കുന്നിടമല്ല യെരൂശലേമ്, അവൻ ബാബിലോണിലാണ് ജീവിച്ചു വന്നത്. എന്നാൽ ഇവിടെ വന്നേച്ച് ഹല്ലേലൂയ രാത്രിയില് തനിയെ ഹല്ലേലൂയ അവന്റെ അവിശ്വാസത്തിന്റെ ആഴം, ദൈവത്തിലുള്ള ആശ്രയമൊക്കെ നിങ്ങൾ നോക്കണം. തനിയെ പോയി ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ, ഹല്ലേലൂയ ഇതെല്ലാം കറക്റ്റാണോ, എങ്ങനെയാണ് ഇതിന്റെ പണി നടക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി അയച്ചു വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ചിലപ്പോൾ ചില ബന്ധങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും സമ്പത്തും ഒക്കെ മാറ്റി വെച്ച് സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന സന്ദർഭങ്ങൾ ദൈവ പദ്ധതിക്കായിട്ട് നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്ത് ഏകാഗ്രമായി ദൈവസന്നിധി സമയങ്ങളെ ചിലവഴിക്കണം. ഹല്ലേലൂയ. നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ നെഹമ്യാവ് ഹല്ലേലൂയ കേട്ടറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, പോയി കണ്ട് അവസ്ഥ മനസ്സിലാക്കി ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ ഇടയിൽ ചെന്ന് ഹല്ലേലൂയ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയേ ചെയ്യണം. ദൈവമക്കളെ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയിലേക്ക് ആ ദൈവസ്നേഹം യഥാർത്ഥമായി പങ്കുവെച്ചു കൊടുക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം അനുഭവിച്ചറിയണം ദൈവസ്നേഹം, നാം അനുഭവിച്ചറിയണം ദൈവവചനത്തിന്റെ ആഴങ്ങളെ നാം അറിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നാം ഗ്രഹിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ മറ്റൊരു വ്യക്തി, അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നാം അന്ധകാരത്തിൽ നിൽക്കുവാനേ പറ്റുകയില്ല. നാം പ്രകാശത്തിലാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രകാശം കാട്ടിക്കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രകാശം ഹല്ലേലൂയ ഉദിച്ചേ പറ്റുകയുള്ളൂ. യഥാർത്ഥമായി നാം അനുഭവിച്ചറിയണം ദൈവത്തെ. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയിലേക്ക് അത് പകരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇതാ യഥാർത്ഥ സുവിശേഷം. സുവിശേഷീകരണം ഇതാ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയണം ക്രിസ്തു ആരെന്ന് എന്നുവെച്ചത് മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. അതാ സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് ഈ ദിവസങ്ങൾ നമുക്കിടയാകണം. ഈ ഹല്ലേലൂയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ മനുഷ്യൻ ഹല്ലേലൂയ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയും തീകിടക്ക് കൊണ്ട് ഹല്ലേലൂയ വെന്ത് കിടക്കുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ട് യെരൂശലേമിന്റെ മതിൽ പണിയുവാനായിട്ട് ഹല്ലേലൂയ കടന്നു വന്ന വ്യക്തി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരോട് പറയുന്നു. പ്രമാണികളോടും പുരോഹിതന്മാരെയൊക്കെ വിളിച്ചേച്ച് അവരോട് പറയുക, ഹല്ലേലൂയ ഇനിയും ഹല്ലേലൂയ നിന്നാപാത്രമായി തീരാതിരിക്കത്തക്കവണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയണം. ഹല്ലേലൂയ.
ഇതെല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള സകല കാര്യങ്ങളും ക്രമീകരിച്ചു വെച്ചതിന് ശേഷം അവർ അടുക്കൽ വന്നേച്ച് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ മുമ്പിൽ നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയണം. പിശാചിന്റെ ആഗ്രഹം നാം നിന്ദിക്കപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, അത് മനസ്സിലാക്കി എഴുന്നേക്കണം. നമ്മുടെ സ്വയം ദൈവിക സംരക്ഷണത്തിനകത്ത് നാം ജീവിക്കണം. ദൈവത്തിൻ്റെ മതിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണമാകുന്ന മതിൽ നമ്മുടെ ചുറ്റിൽ നിന്ന് ഹല്ലേലൂയ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ പിശാചിന് യഥേഷ്ടം നമ്മുടെ അടുക്കലോട്ട് കയറി വരാം. ഹല്ലേലൂയ. അവൻ എന്തും പ്രവർത്തിക്കാം. അതിന് നമ്മൾ ഇടയാകരുത്. യോബിന്റെ കാര്യത്തിൽ സാത്താൻ പറയുന്നത് നമുക്കറിയാം. നീ അവന് ചുറ്റും വേലുകെട്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നാം അറിയാതെ തന്നെ നമ്മുടെയൊക്കെ ചുറ്റും ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവമക്കളെ. അത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് പോയാൽ, നാം പാപം ചെയ്താൽ, വിശുദ്ധിയില്ലാതെ ജീവിച്ചാൽ ഈ സാന്നിധ്യം നമ്മുടെ ചുറ്റിൽ നിന്ന് അങ്ങ് പോകും. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. പിന്നെ മതില് ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കാം. പിന്നെ അത് നാം മനസ്സിലാക്കണം. ശത്രു യഥേഷ്ടം കയറി വരും. ശത്രുവിന് എന്ത് ചെയ്യാം? നിന്ദാപാത്രമാക്കാം, പരിഹാസ വിഷയമാക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവിക സംരക്ഷണമാവുന്ന മതില് നമുക്ക് ചുറ്റും ഹല്ലേലൂയ സുരക്ഷിതമായി ഉണ്ടോ? ഹല്ലേലൂയ. അത് പൊളിഞ്ഞു പോകത്തക്ക ജീവിതശൈലി നമ്മുടെ ജീവിതത്തിന്മേലുണ്ടോ? അത് മനസ്സിലാക്കി വേണം ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്ദാപാത്രമായി തീരാതെ വണ്ണം യെരൂശലേമിനെ മതിൽ പണിയുവാൻ നെഹമ്യാവ് പറയുന്നു. അവരുടെ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാകുന്നു. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണ്. രാജാവ് നമുക്ക് വേണ്ടുന്നതെല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഇതെല്ലാം അവരോട് അവതരിപ്പിച്ചു പറഞ്ഞു. അവരെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പണിയുവാൻ പ്രോത്സാഹിപ്പിച്ചു. ആ നല്ല പ്രവർത്തിക്കായിട്ട് അവർ അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഐക്യതയോടുകൂടെ നിന്ന് വേല ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു അവരെ വെല്ലുവിളിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു. ഹല്ലേലൂയ. എല്ലാം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഒന്ന് ഹല്ലേലൂയ, അവർക്ക് ആ ദൈവത്തിലുള്ള ഉറപ്പ്, ദൈവത്തിലുള്ള ആശ്രയം. നെഹമ്യാവ് ആശ്രയിച്ചത് രാജാവിന്റെ സൈന്യത്തിലല്ല, അധികാരത്തിലല്ല, സ്വർഗത്തിലെ ദൈവത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഹല്ലേലൂയ. ആ ഉറപ്പ് അവന്റെ ജീവിതത്തിന്മേലുണ്ടായിരുന്നു. അതാ നെഹമ്യാവിനുണ്ടായിരുന്നു ഉറപ്പ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കള്, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ, എൻ്റെ രോഗത്തിന്മേൽ എനിക്ക് ഹല്ലേലൂയ സൗഖ്യം തരും. എൻ്റെ ഹല്ലേലൂയ കടഭാരം മാറും. എൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ പൂർണ്ണമായ ആശ്രയം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. ഇന്ന് പകൽക്കാലം നാവ് കൊണ്ടിരിക്കുന്ന ഇരങ്ങളിൽ ഇരുന്നൊന്ന് പറ, സ്വർഗത്തിലെ ദൈവം എനിക്ക് എൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്തയിടത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ രോഗത്തിന് എൻ്റെ ദൈവം സൗഖ്യം തരും. ഹല്ലേലൂയ. എന്നെ ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. എന്നെ ദൈവം സൗഖ്യമാക്കും. ഇത് വായിക്കൊണ്ട് പറ, എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്മേൽ വേണ്ടിയത്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ നാം വീഴുകയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. വീഴ്ത്തുവാൻ തക്കവണ്ണം ശത്രു തെള്ളിയാലും ഹല്ലേലൂയ വീഴാതെ വണ്ണം കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഹല്ലേലൂയ വ്യക്തമായ ഒരു ഉറപ്പ് നമ്മളുടെ മേൽ ഉണ്ടാകണം. ദൈവിക വിശ്വാസത്തെ ആശ്രയം നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകണം. 2 അവിടെ പറയുക ഹല്ലേലൂയ, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. പണിയാൻ ഹല്ലേലൂയ നാം ഏൽപ്പിച്ചു കൊടുക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒന്നിച്ചു വേണം. ഹല്ലേലൂയ. പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ ഹല്ലേലൂയ അവനവൻ്റെ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കാനല്ല. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ദൈവസേനയെ ഏൽപ്പിച്ചു കൊടുക്കണം.
ഉത്തരവാദിത്വത്തോടുകൂടെ ഹല്ലേലൂയ അവരെഴുന്നേറ്റ് ഞങ്ങൾ പണിയും. ഹല്ലേലൂയ. ശത്രു വെല്ലുവിളിച്ച് പരിഹസിച്ച് നിന്ദിച്ചപ്പോൾ ധൈര്യത്തോടെ തളരാതെ പതറാതെ ദൈവം അവർക്ക് ഹല്ലേലൂയ കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പണിയുമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ അവർക്കിടയായി. ഹല്ലേലൂയ. അവർ നെഹമ്യാവ് ഹല്ലേലൂയ സൻബല്ലത്തിനോട് തോബിയാവിനോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്കൊരു ഓഹരി അവകാശവും ജ്ഞാപകവും ഇല്ല യെരൂശലേമിൽ. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറയുന്നത്. അവരുടെ വെല്ലുവിളിയിലൊന്നും പതറിപ്പോകാതെ, അവരോട് വാഗ്വാദത്തിന് പോകാതെ, അവരോട് വഴക്കിന് പോകാതെ, ഹല്ലേലൂയ നിങ്ങൾക്കിവിടെ ഓഹരിയില്ല, ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുമെന്ന് ഹല്ലേലൂയ പതറാതെ വണ്ണം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ മുൻപോട്ട് പോകുന്ന നെഹമ്യാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു മൺപാത്രം തറയിൽ വീണ് തകർന്നു പോകുമ്പോൾ നമ്മളതെടുത്ത് ഹല്ലേലൂയ ചവിട്ടുകൊട്ടയിലിടും. എന്നാൽ അതൊരു മികച്ച ശില്പിയുടെ കയ്യിലാണെങ്കിൽ കിട്ടുന്നതെങ്കിൽ ആ ഉടഞ്ഞ പാത്രത്തെ, ആ തകർന്ന പാത്രത്തെ മനോഹരമായ മറ്റൊരു പാത്രമായി നിർമ്മിച്ചെടുക്കും. യെരൂശലേമിനെ മതിൽ തകർന്നപ്പോൾ ശത്രുക്കൾ വിചാരിച്ച് ഇതെനിയും പണിയത്തില്ല, ഇത് തകർന്നു വീണുപോയി, ഇതിനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, ആരും ഇവരോട് സഹതാപം കാണിക്കത്തില്ല, ആർക്കും ഇവരോട് കരുണ തോന്നത്തില്ല എന്ന് വിചാരിച്ചുവെങ്കിലും സ്വർഗത്തിലെ ദൈവമാകുന്ന ശില്പിയുടെ കയ്യില് ആ തകർച്ചയെ ഹല്ലേലൂയ നെഹമ്യാവ് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അതിനായി സ്വയം ഏൽപ്പിച്ചേച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഈ പണി ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ പണി ഹല്ലേലൂയ നെഹമ്യാവിലൂടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. 52 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുവാനിടയായി. ഹല്ലേലൂയ. അവധിക്ക് മുമ്പേ ഹല്ലേലൂയ പണി പൂർത്തീകരിച്ച് മടങ്ങുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇത് പകൽക്കാലം നിങ്ങളുടെ വിഷയം ഏതുമായി കൊള്ളട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് തകർച്ചയിലൂടെ നിങ്ങൾ കടന്നുപോയാലും ഹല്ലേലൂയ ആരും എന്നെ രക്ഷിപ്പാനില്ലെന്ന് നിങ്ങൾ കരുതിയാലും ഹല്ലേലൂയ എനിക്ക് സൗഖ്യം ലഭിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ 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 നിന്നെയും പരിഹാസവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇന്ന് കാലം ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം പണിയും. ഹല്ലേലൂയ. ദൈവം പണിയുന്നവനെ ഹല്ലേലൂയ തകർത്ത് കളയുന്നവനും ഉടച്ചു കളയുന്നവനും ഹല്ലേലൂയ മാത്രമല്ല ഹല്ലേലൂയ നീ മടങ്ങി വന്നാൽ നിന്നെ രൂപപ്പെടുത്തി മനോഹര പാത്രമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇന്ന് കാലം ഹല്ലേലൂയ ഈ ഡിവൈസിലുള്ള എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇടത്തിരുന്നെന്ന് പറ, എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ഉപവസിക്കും, നേരോടെ ജീവിക്കും, വിശുദ്ധിയോടെ ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവിക പദ്ധതിക്കായി, ദൈവിക ഹല്ലേലൂയ ഹല്ലേലൂയ പണിക്കായി ദൈവസന്നിധിയിൽ ആരേൽപ്പിച്ചു കൊടുക്കുമോ ദൈവം ഹല്ലേലൂയ അവരുടെ മേൽ ഹല്ലേലൂയ പണി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏത് തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമായിരുന്നാലും നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളെ നിർത്തുവാൻ ഹല്ലേലൂയ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഹല്ലേലൂയ കരകയറ്റുവാൻ, പാറമേൽ നിർത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് കഥ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ സംരക്ഷണ വലയം ഹല്ലേലൂയ പൊട്ടിക്കുന്ന എന്തെല്ലാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്മേലുണ്ടോ അതൊക്കെ കണ്ടുപിടിച്ച് ഈ ദിവസങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിച്ച് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇത്രത്തോളം സമയം തന്ന പാസ്റ്റർ ഹല്ലേലൂയ നന്ദി കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.